രാവിലെ തന്നെ ഓഫീസിൽ പോകാനുള്ള തിരക്കുകൊണ്ട് പെട്ടെന്ന് ചടപട കുളിയൊക്കെ കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരത്തായിരുന്നു സോപ്പ് എഴുതി ക്ലോസറ്റിൽ വീഴുന്നു. ആരാണ് ഈ സമയത്ത്? അബ്ബാസ് അങ്ങേരെ തപ്പി നടക്കുകയാണ്. എന്തായാലും വന്നതല്ലോ. ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ അപ്പ ചാടി വരുമല്ലേ? വലിയ ഇഷ്ടമല്ലേ? ടോയ്ലറ്റിന്റെ ഓരോ യൂസിന് ശേഷവും അതിന്റെ വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുന്നു ഹാർപിക് ഓട്ടോമാറ്റിക്സ്. A few minutes later. അബ്ബാസ് വന്ന് ക്ലോസറ്റ് ഒക്കെ കഴുകി നല്ല വെടുപ്പ് നല്ല കണ്ണാടി ചില്ല് പോലെ പ്ലിച്ച് പ്ലിച്ച് കിടക്കുന്നുണ്ട്. അപ്പം സംഭവം നമ്മുടെ ഇപ്പൊ അബ്ബാസിന് ഒരു 10 ടിപ്പ് നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വീട്ടിലേക്ക് വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസറ്റിൽ ഇതുപോലെ കൈ തട്ടിയാണ് അബദ്ധവശാൽ സോപ്പ് താഴെ വീണാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഫ്ലഷ് അടിക്കും. ഫ്ലഷ് അടിക്കുമ്പോൾ ചിലപ്പോൾ പോകണമെന്നുണ്ട്, ചിലപ്പോൾ സോപ്പ് ബ്ലോക്ക് ആവണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലോസറ്റിൽ സോപ്പ് വീണ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കമ്പിക്കേഷനോ അല്ലെങ്കിൽ ചെറിയൊരു ആണിയോ എടുത്തിട്ട് ഒരു ചെറിയൊരു കമ്പയിലോ ആണ് ചുറ്റി, അല്ലെങ്കിൽ എന്തൊരു നീളമുള്ള ഒരു ദണ്ട് അത് തന്നെ അതിലൊന്നും ചുറ്റി ഒന്ന് ടേപ്പ് എന്തെങ്കിലും ചുറ്റി ആ ആണി കൊണ്ട് കുത്തി ആ ക്ലോസറ്റിൽ നിന്ന് സോപ്പ് എടുത്ത് കളയുക. അതുപോലെ തന്നെ തുണി മറ്റ് പല കാര്യങ്ങളും അതൊന്നും ക്ലോസറ്റ് ഉപയോഗിക്കരുത്. കാരണം പഴയ ക്ലോസറ്റൊക്കെ ആണെങ്കിൽ അങ്ങ് പോകും. ആ ക്ലോസറ്റിന്റെ അടിവശത്തെ ആ പുറവശത്തെ ആ വാലില്ലേ അത് വലുതായിരിക്കും. ഇപ്പോൾ വരുന്ന ക്ലോസറ്റും കാര്യങ്ങളൊക്കെ എയർ സക്കിങ്ങും കാര്യങ്ങളും അത് കുറച്ച് വെള്ളം മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള ക്ലോസറ്റൊക്കെ ആണെങ്കിൽ അത് അതിൻ്റെ ക്ലോസറ്റിൻ്റെ സുഷിരമൊക്കെ പറയാൻ കറക്റ്റത്തില്ല. സുഷിരവും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിയിലത്തെ കാണുന്ന ആ ഉള്ളോട്ട് പോകുന്നില്ലേ ആ വാലുമൊക്കെ ചെറുതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സോപ്പ് കൊണ്ട് ഫ്ലഷ് ചെയ്താൽ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ക്ലോസറ്റ് അപ്പാടെ തന്നെ മാറ്റേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ജോലിയാവും. വേറെ എന്തിനാ ജോലിയൊക്കെ പോകുന്നത്? അബദ്ധവശാൽ വല്ല ചകിരിയോ എന്തെങ്കിലും ക്ലോസറ്റ് വീണ് കഴിഞ്ഞാൽ കമ്പിട്ട് കുത്തി അതെടുത്ത് മാറ്റി കളയുക. അല്ലാതെ ഫ്ലഷ് ചെയ്ത് മണ്ടത്തരം കാണിക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ നല്ല പണി കിട്ടിൻ്റെ കിട്ടിയിരിക്കും തീർച്ചയായും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്രയൊക്കെ ഉള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കണ്ടുകൂട്ടാ. അവരെ ബൈ. അബ്ബാസ് വന്ന് മിന്നി തിളങ്ങുവാണ്. ഓ എനിക്ക് വയ്യ. അതുപോലെ തന്നെ കുളിക്കാൻ നേരം ഇതുപോലെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല. ഓക്കെ.